എന്തിനീ ജീവിതവേഷം, എന്തിനീ മോഹാവേശം, ജനനവും മരണവും തുടർക്കഥ എല്ലാം ചേർന്നൊരു കടങ്കഥ. പിന്നെ എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനീ ജീവിതവേഷം. കാടാറുമാസം കടന്നു, നാടാറുമാസം നടന്നു. കാടാറുമാസം കടന്നു, നാടാറുമാസം നടന്നു. വെളിച്ചം കാണാതലഞ്ഞു, ഇരുട്ടിൻ തടവിൽ കഴിഞ്ഞു. വിളി കേട്ടില്ലല്ലോ നേതാക്കൾ, ഒളി തന്നില്ലല്ലോ ദൈവങ്ങൾ. പിന്നെ എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനീ ജീവിതവേഷം. പഠിക്കാൻ കൊതിച്ചു വെറുതെ, ചിരിക്കാൻ കൊതിച്ചു പിറകെ. പഠിക്കാൻ കൊതിച്ചു വെറുതെ, ചിരിക്കാൻ കൊതിച്ചു പിറകെ. ജനിച്ച വീടും വെടിഞ്ഞു, നടന്നു ഞാനെൻ വഴിയെ. വിശപ്പിൽ മറന്നു ഞാൻ വേദങ്ങൾ, പിറന്നാലറിയില്ല ദൈവങ്ങൾ. പിന്നെ എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനീ ജീവിതവേഷം, എന്തിനീ മോഹാവേശം, ജനനവും മരണവും തുടർക്കഥ എല്ലാം ചേർന്നൊരു കടങ്കഥ. പിന്നെ എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനിത്ര നൊമ്പരം, ഞാനാരോ കറക്കി വിട്ട വമ്പരം. എന്തിനീ ജീവിതവേഷം. ആരാ ഇത്, മേനോൻ സാറോ? താൻ എവിടെയായിരുന്നോ? ഞാനിവിടെ തന്നെ ഉണ്ട്. തന്റെ മടിയിലൊന്നുമില്ലല്ലോ, നിറയണ്ടേ? ജോലിയെല്ലാം ഉണ്ടോ? കയറിക്കോ, പറയാം. ഓ,
എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേച്ച് പോകുന്നത്? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ യൂണിയൻ ലീഡർ കേശവനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താണ് പക? എന്റെ പൊന്നനിയ, എനിക്കൊരു ഉപകാരം ചെയ്യാം. പണം കിട്ടിയാലേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തു വേണം പറയൂ, ഞാൻ തരാം. ഫാക്ടറിയിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ നില വളരെ ഗുരുതരം. എവിടെയൊക്കെ ഓടി കഷ്ടപ്പെട്ടാണ് എനിക്ക് മരുന്ന് കിട്ടിയത്. പക്ഷെ നിങ്ങൾ എന്നെ അനങ്ങാൻ വയ്യാതാക്കിയില്ലേ? ഞാൻ എന്ത് ചെയ്യും? കഴിയുന്നതും വേഗം ഈ മരുന്ന് അവിടെ എത്തിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. ബാലരാമപുരത്ത് കുമരകം അച്യുതന്റെ വീടാണ്. ഈ സഞ്ചിയിൽ ഇഞ്ചക്ഷൻ ഉള്ള മരുന്നുണ്ട്. ദയവ് ചെയ്ത് ഇത് അവിടെ ഒന്ന് എത്തിക്കണം. വേഗം ചെല്ലു. ഇതൊക്കെ എന്റെ നിത്യതൊഴിലാണ്. എന്തിനെങ്ങനെ കയറി വരുന്നു? നാശമായി പോയല്ലോ. ഞാൻ ഇപ്പോഴും അതിനൊന്നും അല്ല വന്നേ. പിന്നെ എന്തിനു വന്നെന്നാ ചോദിച്ചത്? എന്റെ മനസ്സിലൊരു സുഖവുമില്ല. ആരുടെങ്കിലും കുറച്ച് തുറന്ന് സംസാരിക്കണമെന്ന് തോന്നി. ആഹാ, തനിക്ക് കുമ്പസാരിക്കാൻ എന്നെയാണോ കിട്ടിയത്? എനിക്ക് വേറെ ആരുമില്ലല്ലോ മാലതി. അതിനിപ്പോ ഞാനെന്താ വേണം? ഇതിപ്പോ കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്തുകയാണല്ലോ. മതി മതി, എണീക്കൂ. ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. വേറെ സ്ഥലം നോക്ക്. എണീക്ക്, എണീക്കാനാ പറഞ്ഞത്. വിശേഷം മാറിയല്ലോ. ഈ സൈക്കിൾ ചെയിനാണ് എന്റെ ആഭരണവും ആയുധവുമെല്ലാം. കൂലിക്ക് ആളെ തല്ലുക, മീറ്റിംഗ് നടക്കുന്നിടത്ത് ബഹളമുണ്ടാക്കുക, സോഡ ബോട്ടിൽ പൊട്ടിക്കുക. എന്തൊരു വൃത്തികെട്ട ജീവിതമാണ് എന്റേത്. ജീവിക്കാൻ വേറെ ഒരു മാർഗവും കണ്ടില്ലേ? ഏത് ദുഷ്ടനാ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടത്? രാഷ്ട്രീയം മാലവിക്കറിയാമോ? ഇവിടുത്തെ ചില പ്രമുഖന്മാർക്ക് എന്നെ പോലുള്ള തെമ്മാടികളെ അത്യാവശ്യമാണ്. കേവലം വയറ്റിപ്പഴുപ്പിന് വേണ്ടി മനുഷ്യന്റെ ജീവനോടാണോ കളിക്കുന്നത്? അടികൊണ്ട് അവർ പിടയുമ്പോൾ തന്റെ മനസ്സിൽ സാധാരണ തോന്നാറില്ലേ? ഇത്രയും കാലം എന്റെ മനസ്സ് മരവിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാരണം ഒരാൾ മരിച്ചു. എന്താ, ആരെങ്കിലും കൊന്നോ? ഒരു ഫാക്ടറിയിൽ മുതലാളിയും തൊഴിലാളികളും തമ്മിലുള്ള സമരം കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യൂണിയൻ നേതാവ് കേശവൻ ഒരു ദിവസം സൈക്കിളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ചെയ്യുന്നത് നേരത്തെ തന്നെ തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിൽ
എത്രയോ പേരുടെ കൈയും കാലും ജീവനും ഒക്കെ രക്ഷപ്പെടുമായിരുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തോ. എന്തെങ്കിലും കഴിച്ചോ? ഇവിടെ കഴിക്കുന്നോ? എന്താ ഒന്നും കഴിക്കാത്തത്? ഈ ചോറിന് വേണ്ടി നീ എന്തെല്ലാം അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നാലോചിച്ചു. ഇതെല്ലാം ഇപ്പോൾ ആലോചിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കഴിക്കൂ. അമീഷ കണ്ടില്ലേ, 1 കിലോ. ചോറ് വേണ്ട, ഒരു കുന്തം വേണം. ഇല്ല, 1/2 കിലോ.